നമ്മുടെയൊക്കെ ജീവിതത്തില് കഴിഞ്ഞ കാലഘട്ടത്തിലെ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ഉണ്ട്. ഇവിടെ നമ്മുടെ പാസ്റ്റിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളോടും നമ്മൾ ക്ഷമിക്കുമ്പോൾ, നമ്മളോട് തന്നെ ക്ഷമിക്കുമ്പോൾ, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ ഒരു ഫൊർഗീവ്നെസ്സിനെ നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത് ദൈവത്തിന്റെ വലിയ നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മുടെ ലൈഫ് ബ്ലെസ്ഡ് ആവും, ബ്ലിസ്ഫുൾ ആവും. അപ്പൊ ഇന്നേ ദിവസം നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ചില ഓർമ്മകളൊന്നും നമ്മൾ ഓർത്തിരിക്കാൻ താല്പര്യപ്പെടാത്ത ഓർമ്മകളുണ്ട്. ചില വ്യക്തികൾ മുറിപ്പെടുത്തിയതാകാം, ചില സാഹചര്യങ്ങളിലൂടെ കടന്നുപോയതാകാം, ചില പരാജയങ്ങളാകാം. ഇതൊക്കെ നമ്മുടെ ആന്തരികമായ നമ്മുടെ മനസ്സിനെ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈശോയുടെ സ്നേഹത്തെ നമുക്ക് റിസീവ് ചെയ്തുകൊണ്ട് നമുക്ക് ആ കഴിഞ്ഞ കാലഘട്ടത്തെ മുഴുവനും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. പൗലോസ്ലീഹ ഫിലിപ്പി ലേഖനം എഴുതുന്ന പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിൻപിലുള്ളവയെ മറന്നുകൊണ്ട് മുൻപിലുള്ള ലക്ഷ്യത്തിലേക്ക് ഞാൻ കുതിക്കുന്നു. ദൈവം നമുക്കൊരുക്കി വെച്ചിരിക്കുന്ന ആ ഫ്യൂച്ചർ എന്നുള്ളത്, നമ്മുടെ ഫ്യൂച്ചർ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫ്യൂച്ചറാണ്. അപ്പോൾ ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഫ്യൂച്ചറിലേക്ക് നമുക്ക് പ്രവേശിക്കുന്നതിനായിട്ട് നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിലെ ആ നൊമ്പരങ്ങളെ, വിഷമങ്ങളെ, വേദനകളെയൊക്കെ നമുക്ക് ഇന്നേ ദിവസം ലെറ്റ് ഗോ ചെയ്യാം. ഒരു നിമിഷം എന്നോടൊപ്പം ഈ ഒരു ഹീലിംഗ് പ്രയറിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈശോയുടെ സന്നിധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത് എന്ന് തിരിച്ചറിയുക. ഈശോ പറഞ്ഞു, നിങ്ങൾ 2-3 പേര് എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടിയാലും നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും. ഇന്ന് നമ്മുടെ നടുവിൽ ഈശോയുണ്ട്. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മുടെ എല്ലാ ഭാരങ്ങളെയും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ വിഷമങ്ങളെയും ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് ഇറക്കി വെക്കാം. ഈശോ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഓരോ വേദനകളും, ഓരോ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളും നമ്മളെ വീണ്ടും വേട്ടയാടുമ്പോൾ, പലപ്പോഴും ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ അത് നമ്മുടെ മനസ്സിനെ പുറകിലേട്ട് വലിക്കുമ്പോൾ, ഇന്ന് അവയെല്ലാം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ്, ആ പിതാവ് നമുക്ക് വേണ്ടി ഉണ്ട്. ആ പിതാവ് നമ്മളെ സ്നേഹിക്കുന്നു. ഈശോ പറഞ്ഞു, നിനക്കൊരു സ്വർഗസ്ഥനായ പിതാവുണ്ട്. നിന്നെ സ്നേഹിക്കുന്ന, മനസ്സിലാക്കുന്ന, അറിയുന്ന, നിന്റെ വേദനകൾ അറിയുന്ന, നിന്റെ നൊമ്പരങ്ങൾ അറിയുന്ന, കഴിഞ്ഞ കാലഘട്ടത്തിൽ നീ കടന്നുപോയ അവസ്ഥകളെ അറിയുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവ് നിനക്കുണ്ട്. ആ പിതാവ് നിന്നെ സ്നേഹിക്കുന്നു. സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ പിതാവിന്റെ സ്നേഹം മാറുന്നതല്ല. സാഹചര്യങ്ങൾ അനുസരിച്ച് പിതാവിന്റെ സ്നേഹം കുറയത്തുമില്ല, ഓരോ ദിവസവും അവന് നിന്നോടുള്ള സ്നേഹം, പിതാവിന് നിന്നോടുള്ള സ്നേഹം അത് കൂടുകയാണ്, അത് ആഴമേറുകയാണ്. കാരണം ദൈവം എന്നുമെന്നേക്ക് നിന്നെ സ്നേഹിക്കുന്നു. നിന്നെ സ്നേഹിക്കുന്ന ദൈവത്തിന് നിന്നോടുള്ള സ്നേഹം ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നു. ആ ദൈവം നിന്നെ എപ്പോഴും സ്നേഹിക്കുന്നു. ഇന്ന് ഈശോയുടെ ആ സ്നേഹത്തെ നമുക്ക് റിസീവ് ചെയ്യാം. ഈശോ നിന്നെ നോക്കി പറയുന്നു, മോനെ, മോളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഈ ഭൂമിയും സകല സൃഷ്ടപ്രപഞ്ചത്തെയും നിർമ്മിച്ചവനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ നടുവിലുണ്ട്. ഒരു നിമിഷം നമ്മളെ ജീവിതത്തിൽ മുറിപ്പെടുത്തിയ വ്യക്തികളെ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തെ, ചിലപ്പം മറക്കാൻ പോലും കഴിയാത്ത ആ ഓർമ്മകളെ ഈശോയുടെ സന്നിധിയിലേക്ക് നമുക്ക് ഇറക്കി വെക്കാം. ചിലപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങളുടെ മനസ്സിലോട് കയറി വരുന്ന ആ ഓർമ്മകൾ, അത് വ്യക്തികളാകാം, ആ വ്യക്തികളിൽ നേറ്റ ചില മുറിവുകളാകാം, ചിലപ്പോൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡിൽ, നിങ്ങളുടെ ചെറുപ്പകാലത്ത് സംഭവിച്ച ഒരു കാര്യമാകാം, ചില വേദനിപ്പിക്കുന്ന ചില നിമിഷങ്ങളാകാം, വാക്കുകൾ കൊണ്ടേറ്റ മുറിവുകളാകാം. ഇന്ന് ആ മുറിവുകളിലേക്ക് ഈശോ സൗഖ്യം നൽകുവാൻ വേണ്ടി പോവുകയാണ്. ആ മുറിവുകളിലേക്ക് കർത്താവിന്റെ സൗഖ്യം ഇന്നേ ദിവസം കടന്നു വരികയാണ്. വഴിയരികിൽ കവർച്ചക്കാരാൽ ആക്രമിക്കപ്പെട്ട് അർദ്ധപ്രാണനായി കിടന്നൊരു മനുഷ്യന്റെ മുൻപിലൂടെ പുരോഹിതനും ലേവ്യനും കടന്നുപോയി. അവർക്കാർക്കും അവരോട് മനസ്സലിവ് തോന്നിയില്ല. എന്നാൽ ആ വഴി വന്നൊരു സമരിയാക്കാരന് ആ വ്യക്തിയോട് മനസ്സലിവുണ്ടായി. നിന്റെ വേദനകൾ ചിലപ്പോൾ ഒരു പുരോഹിതന് മനസ്സലിവുണ്ടാക്കുന്നില്ലായിരിക്കും. നിന്റെ വേദനകൾ ചിലപ്പോൾ ഒരു വചനപ്രഘോഷകനിൽ മനസ്സലിവുണ്ടാക്കുന്നില്ലായിരിക്കും. നിന്റെ തകർച്ചകൾ ഒരു
വിശ്വാസ പ്രഘോഷകന് നിന്റെ തകർച്ചകളും വേദനകളും ആ വ്യക്തിയിൽ നിന്നോടൊരു മനസ്സലിവ് ഉണ്ടാക്കുന്നില്ലായിരിക്കും. എന്നാൽ ഇന്ന് വിശ്വസിക്കുക, ഈശോയ്ക്ക് നിന്നോട് മനസ്സലിവുണ്ട്. നിന്റെ നീറിപ്പുകയുന്ന വിഷയങ്ങളിൽ, നിന്റെ തകർച്ചകളിൽ, നിന്റെ വേദനകളിൽ, നിന്റെ ഇല്ലായ്മകളിൽ, നിന്റെ വേദനകൾക്കുള്ളിലേക്ക് ഈശോ കടന്നു വരുന്നു. ഇന്ന് വിശ്വസിക്കുക സഹോദരങ്ങൾ, നിന്റെ വേദനകൾക്കുള്ളിലേക്ക്, നിന്റെ തകർച്ചകൾക്കുള്ളിലേക്ക്, ആരുമില്ലാതിരിക്കുന്ന അവസ്ഥകൾക്കുള്ളിലേക്ക് ഈശോ കടന്നു വരികയാണ്. ചിലപ്പോൾ നിന്റെ കൈകളിലുള്ള പലതും നഷ്ടപ്പെട്ടപ്പോൾ പലരും നിന്റെ മുൻപിൽ നിന്ന് നിന്റെ ഈ വേദനയെ പോലും മറന്നുകൊണ്ട് നിനക്കൊരു പരിഗണന തരാതെ നീ കടന്നു പോകുന്ന അവസ്ഥകളെ വിസ്മരിച്ചുകൊണ്ട് അവർ നിന്റെ മുൻപിലൂടെ കടന്നുപോയെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് ഈശോ നിന്റെ അരികിലേക്ക് കടന്നു വരികയാണ്. ഈശോയുടെ സാന്നിധ്യം നിന്റെ ആത്മാവിനെ സ്പർശിക്കുകയാണ്. ഇന്ന് കർത്താവിന്റെ കരങ്ങളിലേക്ക് നിന്നെ വേദനിപ്പിച്ച ആ വ്യക്തികളെ, ആ സാഹചര്യങ്ങളെ, അതെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് അങ്ങ് വിട്ടുകൊടുത്ത് ഈശോട് പറഞ്ഞു, ഈശോയെ, നിന്റെ സ്നേഹത്തെ ഞാൻ റിസീവ് ചെയ്യുന്നു. ആരുമില്ലാതിരുന്നപ്പോൾ നീ എന്നെ തേടി കടന്നു വന്നല്ലോ. നിന്നിൽ എനിക്കെല്ലാം ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈശോയെ, ഞാൻ പലരിലും ആശ്രയിച്ചു പോയി. പലരും എന്നെ സഹായിക്കുമെന്ന് കരുതി. എന്നാൽ അവരാരും സഹായിക്കാതിരുന്നപ്പോൾ ഈശോയെ, നീയാണല്ലോ എനിക്ക് വേണ്ടി വഴി തുറന്നത്. നീയാണല്ലോ എൻ്റെ അരികിലേക്ക് കടന്നു വന്നത്. എന്ന് സഹോദരങ്ങളെ, ഒരുപാട് മക്കൾക്കരികിലേക്ക് യേശുവിന്റെ സാന്നിധ്യം ഈ നിമിഷം കടന്നു വരുന്നു. ഈശോയുടെ സാന്നിധ്യം കടന്നു വരുന്നു. നമ്മുടെ ഹൃദയത്തിലേറ്റ മുറിവുകൾക്കുള്ളിലേക്ക് സൗഖ്യദായകനായ ഈശോ ഈ നിമിഷം നമ്മളെ സ്പർശിക്കുകയാണ്. ക്ഷമിക്കുവാനുള്ള വലിയൊരു കൃപ, ഈശോയുടെ സ്നേഹം നമ്മുടെ ആന്തരിക മനുഷ്യന് ഈ നിമിഷം നൽകുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നമ്മുടെ ആത്മാവിലേക്ക് ഈ നിമിഷം ഇറങ്ങി നിൽക്കുകയാണ്. ക്ഷമിക്കുവാനുള്ള വലിയൊരു കൃപ ഈശോ ഇന്ന് ആവശ്യപ്പെടുകയാണ്. മക്കളെ, എന്നോടുള്ള സ്നേഹം നിമിത്തം ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, നീ ക്ഷമിക്കുക. ഭർത്താവിനോട് ക്ഷമിക്കുവാനുള്ള കൃപ, ഭാര്യയോട് ക്ഷമിക്കുവാനുള്ള കൃപ, മക്കളോട് ക്ഷമിക്കുവാനുള്ള കൃപ, മാതാപിതാക്കളോട് ക്ഷമിക്കുവാനുള്ള കൃപ, സഹോദരങ്ങളോട് ക്ഷമിക്കുവാനുള്ള കൃപ, വൈദികരോട് ക്ഷമിക്കുവാനുള്ള കൃപ, വചനപ്രഘോഷകരോട് ക്ഷമിക്കുവാനുള്ള കൃപ. നിന്നെ ആരൊക്കെയാണോ മുറിപ്പെടുത്തിയത്, നിന്നെ ആരൊക്കെയാണോ പീഡിപ്പിച്ചത്, നിന്നെ ആരൊക്കെയാണോ ഒറ്റപ്പെടുത്തിയത്, കൂടെ ജോലി ചെയ്യുന്നവരാകാം, കുടുംബത്തിലുള്ളവരാകാം, ബന്ധുക്കളാകാം, നാട്ടുകാരാകാം, നിന്നെ വേദനിപ്പിച്ച വ്യക്തികളോട് നീ ക്ഷമിക്കുന്ന ഈ നിമിഷം ഈശോയുടെ അനന്തമായ കൃപ നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. ഈ നിമിഷം ഓരോ മക്കൾക്കരികിലേക്കും സ്വർഗത്തിൽ നിന്ന് മാലാഖമാര് കടന്നു വന്ന് ഓരോ മക്കളെയും ഈ നിമിഷം ആശ്വസിപ്പിക്കുന്നു, സമാശ്വസിപ്പിക്കുന്നു. കർത്താവിന്റെ അമ്മയുടെ അതിശക്തമായ സാന്നിധ്യം ഓരോ വ്യക്തികൾക്കരികിലേക്കും ഈ നിമിഷം കടന്നു വരികയാണ്. ആന്തരികമായ മുറിവിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ നിമിഷം ദൈവം സന്ദർശിക്കുന്നു, സൗഖ്യം നൽകുന്നു. സഹോദരങ്ങളെ, ആന്തരികമായ മുറിവുകൾക്കുള്ളിലേക്ക് ഈശോയുടെ സൗഖ്യം കടന്നു വരുന്ന നിമിഷം നമ്മുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകൾക്കുള്ളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഈ നിമിഷം നടക്കുകയാണ്. ഈശോ ഇങ്ങനൊരു സന്ദേശം എൻ്റെ ഉള്ളിൽ നൽകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ നാളുകളായിട്ട് തടസ്സങ്ങൾ അടഞ്ഞുകിടക്കുന്ന ചില മേഖലകളൊക്കെ ഉണ്ടെങ്കിൽ ഈശോ പറയുകയാണ്, ആന്തരികമായ ചില സൗഖ്യങ്ങൾ നിനക്ക് ഞാൻ നൽകുവാൻ വേണ്ടി പോവുകയാണ്. അതിലേക്കുള്ള ഏറ്റവും വലിയൊരു സ്റ്റെപ്പാണ് ലെറ്റ് ഗോ ഓഫ് ദ പാസ്റ്റ്, ലെറ്റ് ഗോ ഓഫ് ദ പെയിൻഫുൾ മെമ്മറീസ്. ഈശോയുടെ അനുഗ്രഹത്തെ സ്വീകരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ക്ഷമിക്കുവാൻ കഴിയാത്ത മേഖലകളെ, ആ മേഖലകളെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. ഈശോയുടെ കരങ്ങളിലേക്ക് ഇറക്കി വെക്കുക. ഈശോയോട് പറയാം, ഈശോയെ, ആ മേഖലകളെ നിന്റെ സന്നിധിയിലേക്ക് ഞാൻ ഇറക്കി വെക്കുന്നു. കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷം നിങ്ങൾ കാണണം, വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ കാണുക. പരിശുദ്ധാത്മാവിനെ ഒരു ദർശനം പോലൊരു കാര്യം കാണിക്കുന്നു. സ്വർഗത്തിൽ നിന്നൊരു നീല വെളിച്ചം, പരിശുദ്ധ അമ്മയുടെ ചുറ്റും വെളിപ്പെട്ട ആ നീല വെളിച്ചം ഇന്ന് നിങ്ങളുടെ ചുറ്റും ഈ നിമിഷം വെളിപ്പെടുകയാണ്. പരിശുദ്ധ അമ്മ സ്വന്തം തിരുക്കുമാരൻ ഈശോ കാൽവരി മലമുകളിൽ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും പരിഹാര ബലിയായി തീരുന്നത് കണ്ടുകൊണ്ട്, സ്വന്തം മകൻ ക്രൂശിക്കപ്പെടുന്നത് കണ്ടുകൊണ്ട്, തന്റെ മുൻപിൽ അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റുവാങ്ങുന്നത് കണ്ടുകൊണ്ട് അമ്മ ആ വേദന അനുഭവിക്കുന്ന നിമിഷം അമ്മ അനുഭവിച്ച ഒരു സമാശ്വാസമുണ്ട്. തന്നെയും തന്റെ തിരുക്കുമാരനെയും പീഡിപ്പിക്കുന്ന ജൂതന്മാരോടും റോമക്കാരോടും ക്ഷമിച്ചുകൊണ്ട് അമ്മ ആ രക്തക്കണ്ണുനീർ വാർത്ത് പ്രാർത്ഥിച്ച് ആ നീലക്കാപ്പ കൊണ്ട് ഈശോയുടെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരുരക്തം ഒപ്പിയെടുത്ത നിമിഷം ആ അമ്മയുടെ ചുറ്റും, പരിശുദ്ധ അമ്മയുടെ ചുറ്റും ഇറങ്ങി നിന്ന ആ സ്വർഗത്തിന്റെ അഭിഷേകം ഈ നിമിഷം
ഈ പ്രയർ മീറ്റിംഗിൽ ജോയിൻ ചെയ്യുന്ന നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾക്കരികിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഈ നിമിഷം ഇറങ്ങി നിൽക്കുകയാണ്. വലിയ അത്ഭുതങ്ങൾ ഈ നിമിഷം സംഭവിക്കുന്നു. ഇന്ന് സ്വർഗം നിന്നോട് ആവശ്യപ്പെടുകയാണ്, ലെറ്റ് ഗോ ഓഫ് യുവർ പാസ്റ്റ്, ലെറ്റ് ഗോ ഓഫ് ദ പെയിൻഫുൾ മെമ്മറീസ്. പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈശോ നിന്നെ അനുഗ്രഹിക്കുകയാണ്. നിന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനുള്ള വലിയ കൃപ നിന്നിലേക്ക് പകരപ്പെടുന്ന നിമിഷം ആ നീല വെളിച്ചം, സ്വർഗത്തിന്റെ നീലപ്രഭ, ആ ബ്ലൂ മാന്റിൽ നിന്റെ ചുറ്റും ഇതാ നിറയപ്പെടുന്നു, നിന്റെ ചുറ്റും ഇതാ വെളിപ്പെടുന്നു. കർത്താവിന്റെ തിരുഹൃദയത്തിൽ നിന്ന് കടന്നു വരുന്ന പ്യുവർ വൈറ്റ് ആയിട്ടുള്ള, ഒരു ക്രിസ്റ്റൽ വൈറ്റ് ആയിട്ടുള്ള ദൈവത്തിന്റെ തേജസ്സിന്റെ അഭിഷേകം ഈ നിമിഷം നിന്റെ ആത്മാവിലേക്ക് കടന്നു വരികയാണ്. അതിനെ റിസീവ് ചെയ്യുക. ഈശോയെ ഞാനിതിനെ റിസീവ് ചെയ്യുന്നെന്ന് പറഞ്ഞ്, ഈശോയെ ഞാനിതിനെ റിസീവ് ചെയ്യുന്നു. ഐ റിസീവ് യുവർ ബ്ലെസ്സിങ്സ്, ഐ റിസീവ് യുവർ ഗ്രേസ്, ഐ റിസീവ് യുവർ അനോയിറ്റിംഗ്. ഇന്ന് നമ്മുടെ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ക്രിസ്തുവിന്റെ ആ വെളിച്ചത്തെ ഈ നിമിഷം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ നമുക്ക് സ്വീകരിക്കാം. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, ദൈവത്തിന്റെ ആത്മാവിന്റെ സപ്താത്മാക്കൾ, 7 വ്യത്യസ്ത തരത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ. ചില സമയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദർശനങ്ങളിലൂടെയൊക്കെ പരിശുദ്ധാത്മാവിന്റെ ആ സാന്നിധ്യം നമ്മളിലേക്ക് പല രീതിയിൽ കടന്നു വരുന്നു. ചിലപ്പോൾ നിങ്ങളിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഒരു ലൈറ്റായിട്ട്, ഒരു വയലറ്റ് ലൈറ്റായിട്ട്, ബ്ലൂ മാന്റിൽ ലൈറ്റായിട്ട്, ഒരു ബ്രൈറ്റ് വൈറ്റ് ലൈറ്റായിട്ട് നിങ്ങളുടെ ചുറ്റും ഈ സാന്നിധ്യം ഇറങ്ങി നിൽക്കുന്നത് കാണുക. ഇന്ന് ഓരോ വ്യക്തികളും അവരോട് തന്നെ ക്ഷമിക്കുമ്പോൾ, നമ്മുടെ പാസ്റ്റിൽ നമ്മളെ മുറിപ്പെടുത്തിയ വ്യക്തികളോട് ക്ഷമിക്കുമ്പോൾ, നമ്മുടെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ വലിയ കരുണ ഈ മണിക്കൂറിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഇന്ന ദിവസം ഈശോ ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. ഈശോ പറയുകയാണ്, മക്കളെ ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു. ഈശോ നിന്നോട് ക്ഷമിക്കുന്നു. ഈശോയുടെ സാന്നിധ്യം നിന്നോട് ക്ഷമിക്കുന്നു. ജീവിതത്തിൽ വീഴ്ചകൾ വന്നിട്ടുണ്ടാകാം, കുറവുകൾ വന്നിട്ടുണ്ടാകാം. ഈശോ നിന്നോട് ക്ഷമിക്കുന്നു. എന്നാൽ നീ നിന്നോട് തന്നെ ക്ഷമിക്കുക. പലപ്പോഴും പലതവണ കുമ്പസാരിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ മനസ്സിൽ നമുക്ക് നമ്മളോട് തന്നെ ക്ഷമിക്കുവാൻ പറ്റാത്ത ചില മേഖലകളുണ്ട്. എന്നാൽ ഇന്നേ ദിവസം കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന നിമിഷം, ഈശോയെ എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കുവാൻ പറ്റാത്ത മേഖലയെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോയുടെ കരങ്ങളിലേക്ക് ആ മേഖലകളെ നമുക്ക് സമർപ്പിക്കാം. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ, ഒരു വ്യക്തിയോട് തന്നെ ക്ഷമിക്കുവാൻ പറ്റാത്ത ആ മേഖലയെ ഈശോയുടെ കരങ്ങളിലേക്ക് നിമിഷം സമർപ്പിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ അതില്ലായിരിക്കും, പക്ഷെ സബ് കോൺഷ്യസ് മൈൻഡില്, ഉള്ളില് അങ്ങനെ ഒരു മേഖല ഉണ്ടെങ്കിൽ ഇന്ന് ആ മേഖലയിലേക്ക് ദൈവത്തിന്റെ കരുണ ഇതാ വെളിപ്പെടുന്നു. ഈശോയുടെ സാന്നിധ്യം നിന്റെ അരികിലേക്ക് നിമിഷം കടന്നു വരുന്നു. ഈശോ നിന്നെ ഒരു നാളും തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കത്തില്ല. വഴിയരികിൽ അർദ്ധപ്രാണനായി കിടന്ന ആ മനുഷ്യന്റെ മുൻപിലൂടെ ഒരു പുരോഹിതൻ ആ മനുഷ്യന് പരിഗണന കൊടുക്കാതെ കടന്നുപോയി. ഒരു ലേവ്യർ ആ മനുഷ്യന് പരിഗണന കൊടുക്കാതെ കടന്നുപോയി. ഇവർ രണ്ടുപേരും ദൈവത്തെക്കുറിച്ച് ഒരുപാട് ജ്ഞാനവും പാണ്ഡിത്യവും ഉള്ളവരായിരുന്നു. എന്നാൽ അവിടെ കടന്നു വന്നത് പാണ്ഡിത്യമില്ലാതിരുന്ന വളരെ സാധാരണക്കാരനായ ഒരു സമരിയാക്കാരനാണ്. ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ നല്ല സമരിയാക്കാരനാണ്. നിന്റെ പാണ്ഡിത്യമോ ദൈവത്തെക്കുറിച്ചുള്ള അറിവിനെയോ ഒന്നും ചോദ്യം ചെയ്യാൻ വരുന്നവനല്ല ഈശോ. നിന്റെ ഹൃദയത്തിന്റെ മുറിവുകളെ അറിയുന്നവനാണ്, നിന്റെ വേദനകളെ അറിയുന്നവനാണ്, നിന്റെ ഇല്ലായ്മകളെ അറിയുന്നവനാണ്, നിന്നെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവനാണ്, നിന്റെ ആന്തരിക മുറിവുകളെ അറിയുന്നവൻ. ഇന്ന് നിന്നെ ചേർത്ത് നിർത്തുമ്പോൾ ആ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങുന്ന ഈശോയുടെ അനന്തമായ കൃപ നിനക്ക് വേണ്ട സൗഖ്യങ്ങൾ മുഴുവനും നൽകുകയാണ്. ഈശോയെ, ആ സൗഖ്യത്തെ ഞാനിന്ന് റിസീവ് ചെയ്യുന്നു എന്ന് പറയും. എന്ന് പറഞ്ഞ് അധരം തുറന്ന് പറയാം നമുക്ക്. ഈശോയെ, അങ്ങയുടെ സൗഖ്യത്തെ ഞാൻ റിസീവ് ചെയ്യുന്നു, അങ്ങയുടെ സ്നേഹത്തെ ഞാൻ റിസീവ് ചെയ്യുന്നു, അങ്ങയുടെ മഹത്വത്തെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു. ഈ നിമിഷം ഈശോ അനേക രോഗികളെ സൗഖ്യമാക്കുന്നു. ഈശോ ഈ നിമിഷം സൗഖ്യമാകുന്നു. ഉദരത്തിലേക്ക് കർത്താവിന്റെ സാന്നിധ്യം കടന്നു വരുന്നു. ശരീരത്തിന് ഓരോ ഭാഗങ്ങളിലേക്കും ഈശോയുടെ മഹത്വം കടന്നു വരുന്നു. ഈശോ നമ്മളെ നോക്കി ഒരു കാര്യം പറയുകയാണ്, നിങ്ങൾ ഏത് രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും ഇപ്രകാരം നിങ്ങളൊന്ന് കാണുക. ഈ പ്രാർത്ഥനയിൽ നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ ഈശോയുടെ കൈയും കാലുകളും ഒരു ചമ്മട്ടി കൊണ്ട്, ഈശോയുടെ കൈയും കാലുകളും ഒരു തൂണിൽ ഇങ്ങനെ ഈശോയെ കെട്ടിയിട്ടേക്കുക. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ കാണണം കേട്ടോ. ഈശോനെ ഒരു തൂണിൽ കെട്ടിയിട്ടേക്കുവാണ്. ഈശോയുടെ കൈകളും കാലുകളും ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഒരു മനുഷ്യൻ കൂർത്ത ആണികൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചാട്ടയെടുത്ത് ഈശോയുടെ ശിരസ് മുതൽ പാദം വരെ അടിക്കുകയാണ്. ആ കൂർത്ത ആണികളുള്ള ചാട്ട കൊണ്ട് യേശുവിന്റെ ശരീരം പീഡിപ്പിക്കപ്പെടുന്ന നിമിഷം
യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായത്തിന്റെ 5 വാക്യം നിനക്കു വേണ്ടി കർത്താവ് അവിടെ പൂർത്തീകരിക്കുകയായിരുന്നു. ഈശോയുടെ ക്ഷതങ്ങളിലൂടെ നാം സൗഖ്യമുള്ളവരാകുന്നു. ഇന്ന് നമ്മൾ കാണണം, ഈശോ ആ നിമിഷം, ആ വേദനകൾ ഏറ്റെടുക്കുന്ന നിമിഷം, നിന്റെ ദുഃഖങ്ങളും നിന്റെ പീഡനങ്ങളും നിന്റെ അകൃത്യങ്ങളും എല്ലാം, നിന്റെ കുറവുകളെല്ലാം ഈശോ ഏറ്റെടുത്തു. ആ സമയം നിനക്ക് സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി ഈശോ സഫർ ചെയ്യുകയായിരുന്നു. ഈശോ ഇന്ന് നിന്നെ നോക്കി പറയുന്നു, മോനെ മോളെ അന്ന് ഞാൻ ഏറ്റെടുത്ത ആ സഫറിങ്സ് നിനക്ക് വേണ്ടിയായിരുന്നു, നിനക്ക് സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു. സഹോദരങ്ങളെ, ഒരു നിമിഷം കണ്ടേ, ഈശോയുടെ ശരീരത്തിലേക്ക് ആ കൂർത്ത ആണികൾ കൊണ്ട് നിർമ്മിച്ച ചാട്ട അതിദാരുണമായി അടിക്കപ്പെടുന്ന സമയത്ത് ആ ശരീരത്തിൽ നിന്ന് മാംസം പുറത്തേക്കും രക്തം പുറത്തേക്ക് പോകുന്ന സമയത്ത് മാംസങ്ങൾ ആ ശരീരത്തിന് എല്ലുകളിൽ നിന്ന് പറഞ്ഞുപോയി. അത്രമാത്രം അതിതീവ്ര വേദന ഈശോ അനുഭവിച്ചു. ആ സമയത്ത് നിങ്ങൾ ഈ ദർശനം കാണണം കേട്ടോ. ഇങ്ങനൊരു ദർശനം ഈശോ ഒരിക്കൽ എനിക്ക് നൽകിയതാ. അതായത് ഈശോ പറയും, ആ സമയത്ത് മോളെ നിന്റെ പേര് നീ എന്റെ ഉള്ളിലുണ്ടായിരുന്നു. നിങ്ങൾ ഏത് രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നെങ്കിലും ഇത് തിരിച്ചറിയുക, അന്ന് ഈശോ ആ സഹനം ഏറ്റെടുക്കുന്ന നിമിഷം ഈശോയുടെ ഉള്ളിൽ നിങ്ങളുണ്ടായിരുന്നു. നാൻസി നിനക്ക് വേണ്ടിയാണ്, ഷിൻസി നിനക്ക് വേണ്ടിയാണ്, പീറ്റർ നിനക്ക് വേണ്ടിയാണ്, ജയകുമാർ നിനക്ക് വേണ്ടിയാണ്, ജയമോൾ നിനക്ക് വേണ്ടിയാണ്, ബിന്ദു നിനക്ക് വേണ്ടിയാണ്, രജി നിനക്ക് വേണ്ടിയാണ്. ഈശോ നിന്റെ പേര് വിളിച്ച് ഈശോ സഹനം ഏറ്റെടുക്കുകയായിരുന്നു. നിന്റെ ശരീരത്തിൽ ആ സൗഖ്യം വെളിപ്പെടുന്നതിന് വേണ്ടി, നിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ഡെലിവറൻസ് കടന്നു വരുന്നതിന് വേണ്ടി ഈശോ ആ സഹനങ്ങളെ മുഴുവനും ഏറ്റെടുത്തു. നിനക്ക് വേണ്ടി ഈശോ ആ സഹനങ്ങളെ ഏറ്റെടുത്തു. ഓരോ തവണ ചാട്ടവാറുകൾ കൊണ്ട് ആ ശരീരം അടിക്കപ്പെടുമ്പോൾ, പീഡിപ്പിക്കപ്പെടുമ്പോൾ, തകർക്കപ്പെടുമ്പോൾ, അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റുവാങ്ങുന്ന നിമിഷം കർത്താവിന്റെ ഹൃദയം മുഴുവനും നീയായിരുന്നു. നിന്റെ ശരീരത്തിലേക്ക് കർത്താവിൽ നിന്ന് ആ കൃപ കടന്നു വരുന്നത് ഈശോ കണ്ടുകൊണ്ട്, ഈശോയിൽ നിന്ന് കൃപ നിന്നിലേക്ക് പ്രവഹിക്കുന്നത് കണ്ടുകൊണ്ട് ഈശോ ആ സഹനങ്ങൾ ഏറ്റെടുത്തെങ്കിൽ ഇന്ന് ഈശോയുടെ ആഗ്രഹം ഇതാണ്. ഇന്ന് നീ വിശ്വസിച്ച് ഈശോയിൽ നിന്ന് ആ കൃപയെ സ്വീകരിക്കണം. നിന്റെ ശരീരത്തിലേക്ക് അത് സ്വീകരിക്കണം, ജീവിതത്തിലേക്ക് അത് സ്വീകരിക്കണം. ഇന്ന് ആ കൃപ നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ അൺഫോർഗീവ്നെസിന്റെ മേഖലകളെയും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ക്ഷമിക്കുവാൻ കഴിയാത്ത മേഖലകളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. എന്നെ കേൾക്കുന്ന നിങ്ങൾ ചിലപ്പോൾ ചില പുരോഹിതന്മാരാൽ അബ്യൂസ്ഡ് ആയിരിക്കും. ചിലപ്പോൾ അവർ ശാരീരികമായും മാനസികമായി നിങ്ങൾ അബ്യൂസ് ചെയ്ത് കാണും. ചില വചനപ്രഘോഷകരാൽ നിങ്ങൾ അബ്യൂസ്ഡ് ആയിരിക്കും. നിങ്ങൾ ജീവിതത്തിൽ ചില മേഖലകളിൽ ചില വ്യക്തികൾ, നിങ്ങൾ റെസ്പെക്ട് ചെയ്ത ചില വ്യക്തികളിൽ നിന്ന് ഒരുപാട് മുറിവുകൾ ഏറ്റ വ്യക്തികളായിരിക്കും. എന്നാൽ ഈ നിമിഷം ഈശോയുടെ ആ തിരുമുറിവുകളിലേക്ക് നമ്മുടെ ആ മുറിവുകളെ സമർപ്പിക്കുമ്പോൾ ആ തിരുമുറിവിൽ നിന്നൊരു ഒഴുകിയിറങ്ങുന്ന കൃപ ഇന്ന് നമ്മുടെ ആന്തരികമായ മുറിവിലേക്ക് സൗഖ്യമായി കടന്നു വരികയാണ്. നീ മുറിയപ്പെട്ട ആ നിമിഷം ഈശോ നിന്നോടൊപ്പം മുറിയപ്പെട്ടു. നീ തകർക്കപ്പെട്ട നിമിഷം ഈശോയെ നിന്നോടൊപ്പം ആ വേദന അനുഭവിച്ചിരുന്നു. ഈശോ പറയുകയാണ്, നിന്നോടൊപ്പം വേദന അനുഭവിച്ച ഞാൻ ഇന്ന് നിന്നോടൊപ്പം നിനക്ക് വേണ്ടി ആ സൗഖ്യത്തിനായി നിലകൊള്ളുന്നു. ഈശോ നിന്നെ തള്ളിക്കളയത്തില്ല. കാരണം നിന്റെ വേദനകൾ നീ അറിയുന്നതിനേക്കാളും ആഴത്തിൽ ഈശോ അറിയുന്നു. നിന്റെ നൊമ്പരങ്ങൾ നീ അറിയുന്നതിനേക്കാൾ ആഴത്തിൽ ഈശോ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഈശോ നിനക്ക് വേണ്ടി നഗ്നനായി, പരിപൂർണ നഗ്നനായി, അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റുവാങ്ങി, ശരീരം മുഴുവനും ഉഴവജാല കീറുന്നത് പോലെ, ഒരു കണ്ടം ഉഴുതുമറിഞ്ഞു കിടക്കുന്നത് പോലെ ഉഴുതുമറിയപ്പെട്ടുകൊണ്ട് കുരിശിൽ അവിടുന്ന് നിനക്കായി ബലിയായി തീർന്നത് ഈശോയുടെ സ്നേഹത്തിന്റെ പ്രദർശനമായിരുന്നു. നിന്നോടുള്ള ഈശോയുടെ സ്നേഹത്തിന്റെ ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു. അവസാന തുള്ളി രക്തം വരെ നിനക്ക് വേണ്ടി അവിടുന്ന് നൽകി, നിനക്ക് വേണ്ടി അവിടുന്ന് ബലിയായി തീർന്നത്. അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുകയാണ്, പൗലോസ്ലീഹയുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഏറ്റവും വലിയ സത്യം, കുരിശിൽ ഈശോ എനിക്ക് വേണ്ടിയാണ് ബലിയായി തീർന്നത് എന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ലോകം മുഴുവനുമുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഇന്ന് വ്യക്തിപരമായി ഈശോയ്ക്ക് തരാനുള്ള സന്ദേശം, നിനക്കു വേണ്ടി വ്യക്തിപരമായി ഈശോ ബലിയായി തീർന്നു. ആരുമില്ല എന്നോർത്ത് വിഷമിക്കുന്ന ചില മക്കളെ അരികിൽ കർത്താവിന് അതിശക്തമായ സാന്നിധ്യം ഈ നിമിഷം വെളിപ്പെടുന്നു. നിങ്ങളെ ഇങ്ങനെ ചേർത്ത് നിർത്തി
കെട്ടിപ്പിടിച്ചുകൊണ്ട് ഈശോ പറയുകയാണ്, വൺ മാൻ വിത്ത് ഗോഡ് ഈസ് മെജോറിറ്റി. ദൈവം കൂടെയുള്ള നീ മെജോറിറ്റിയാണ്. നിന്റെ കുടുംബത്തിൽ ചിലപ്പോൾ നീ ഒറ്റപ്പെട്ട് കാണും, നിന്റെ നാട്ടിൽ ചിലപ്പോൾ നീ ഒറ്റപ്പെട്ട് കാണും, നിന്റെ ജോലി സ്ഥലത്ത് ചിലപ്പോൾ നീ ഒറ്റപ്പെടലിലൂടെ കടന്നു പോവുകയായിരിക്കും. എന്നാൽ ഈശോ പറയുന്നു, ഞാൻ കൂടെയുള്ള നീ മെജോറിറ്റിയാണ്. വൺ മാൻ വിത്ത് ഗോഡ് ഈസ് മെജോറിറ്റി. ബൈബിളിലെ ചരിത്രം ഇതാണ്. മോശനെ എതിർത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷെ മോശയുടെ കൂടെ ദൈവം വന്നു നിന്നപ്പോൾ അവിടെ മെജോറിറ്റിയായി. ഏലിയ പ്രവാചകനെ എതിർത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. എന്നാൽ ഏകനായി നിന്ന് ഏലിയ പ്രവാചകന്റെ കൂടെ ദൈവം വന്നു നിന്നപ്പോൾ അവിടെ മെജോറിറ്റിയായി. അപ്പോസ്തലനായ പത്രോസ്ലീഹായും പൗലോസ്ലീഹായും ഒറ്റപ്പെടലിലൂടെ കടന്നുപോയ നിരവധി നിമിഷങ്ങൾ, സാഹചര്യങ്ങൾ, ജീവിതത്തിൽ അനേക സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെ ഈശോയുടെ സാന്നിധ്യം അവരുടെ കൂടെ ഇറങ്ങി വന്ന് നിന്നപ്പോൾ അവർ മെജോറിറ്റിയായി മാറി. ഇന്ന് സഹോദരങ്ങളെ തിരിച്ചറിയുക, ഈശോയുടെ സാന്നിധ്യം നിന്റെ അരികിലേക്ക് കടന്നു വന്ന് നിൽക്കുമ്പോൾ ഈശോയിലൂടെ നീ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയിച്ച് മുന്നേറും. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ അരികിലുണ്ട്. കർത്താവായ ഈശോയെ, അവിടുന്ന് ഇന്ന് ഞങ്ങളുടെ നടുവിലുള്ളതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ഒരു ഹീലിംഗ് പ്രയർ മെഡിറ്റേഷനിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും ഈശോ സന്ദർശിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. സഹോദരങ്ങളെ, ഈശോയ്ക്ക് നിങ്ങളുടെ വേദനകൾ അറിയാം. നിന്റെ വിഷമങ്ങൾക്കുള്ളിലേക്ക് ഈശോ കടന്നു വരുന്നു. എത്ര വലിയ പ്രാർത്ഥനാ വിഷയങ്ങളാകട്ടെ, എത്ര വലിയ പ്രശ്നങ്ങളാകട്ടെ, ഈശോയ്ക്ക് പരിഹരിക്കാൻ പറ്റും. ഈശോയ്ക്ക് അതിനകത്തൊരു പരിഹാരം, ഒരു പോക്കുവഴി തുറക്കാൻ ഈശോയ്ക്ക് പറ്റും. ഒരിക്കലും ഒരു മനുഷ്യൻ എല്ലാം നഷ്ടപ്പെട്ട് മരണം കാത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു മലയുടെ താഴ്വരയിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് കഴിയുകയായിരുന്നു. ആ മനുഷ്യനൊരു കുടുംബം ഉണ്ടായിരുന്നിരിക്കണം, നല്ല ജോലിയുള്ള ഒരു വ്യക്തിയായിരുന്നിരിക്കണം. ഒരു ദിവസം ആ മനുഷ്യൻ കൈ കഴുകിക്കൊണ്ടിരുന്നപ്പോൾ നിർത്താതെ കയ്യിൽ നിന്ന് രക്തം പ്രവഹിക്കുന്നു, ബ്ലീഡിംഗ് ആണ്. അന്നുള്ളായിരുന്ന ഒരു വൈദികനെ അല്ലെങ്കിൽ ഒരു വൈദ്യനെ കാണിച്ചപ്പോൾ ആ വൈദ്യൻ പറഞ്ഞു, ലെപ്രസിയാണ്, കുഷ്ഠമാണ്. ഇനി നിനക്ക് നിന്റെ കുടുംബത്തോടൊപ്പമോ നിന്റെ വീട്ടുകാരോടൊപ്പമോ ഒന്നും ചെലവഴിക്കാൻ പറ്റത്തില്ല. അന്ന് അതിന് ചികിത്സയില്ലാതിരുന്ന ഒരു കാലഘട്ടം. അന്നത്തെ നിയമപ്രകാരം അങ്ങനെ ഒരു രോഗമുണ്ടെങ്കിൽ മതപുരോഹിതനെ അടുക്കൽ പോയി കാണിക്കണം. മതപുരോഹിതന്റെ അടുക്കൽ ചെല്ലുമ്പോൾ മതപുരോഹിതൻ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ ശപിക്കപ്പെട്ടവനെന്ന് മുദ്ര കുത്തി എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു. അതായത് ഇനി ഒരിക്കലും പള്ളിയിൽ പോകാനോ വീട്ടിൽ പോകാനോ ഇനി ഒരിക്കലും മനുഷ്യരുമായിട്ട് സമ്പർക്കം പുലർത്താനോ ഇനി ആ വ്യക്തിക്ക് കഴിയാതെ ആ മനുഷ്യനെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക സൊസൈറ്റിയിൽ നിന്ന്. അങ്ങനെ എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ആയിപ്പോയൊരു മനുഷ്യൻ, എല്ലാം നഷ്ടപ്പെട്ടു. ഒരു മോനുണ്ടായിരിക്കണം, മോളുണ്ടായിരിക്കണം, ജോലി ഉണ്ടായിരുന്നില്ല, എല്ലാം ഉള്ള ഒരു വ്യക്തി. എന്നാൽ സ്വന്തം മകനെ മകളെയൊക്കെ ഒന്ന് കാണാനോ ഒന്ന് കൊതിച്ച് ഏതെങ്കിലും മലയുടെ താഴ്വരയിൽ പിള്ളേരൊക്കെ കളിക്കുമ്പോൾ വിദൂരത്ത് ആ മക്കള് കളിക്കുന്നതൊക്കെ ഇങ്ങനെ വിദൂരത്ത് നിന്ന് നോക്കി കണ്ടുകൊണ്ട്, എന്നെങ്കിലും എനിക്ക് എന്റെ കൊച്ചിനെ ഒന്ന് തൊടാൻ പറ്റുമോ, എന്നെങ്കിലും എനിക്ക് എന്റെ ഭാര്യയെ ഒന്ന് ചേർത്ത് നിർത്താൻ പറ്റുമോ, ഇനി ആരെങ്കിലും എന്നെ സ്പർശിക്കുവോ, ഇനി ആർക്കെങ്കിലും എന്നോടൊരു കരുണയുണ്ടാകുവോ, ആരെങ്കിലും എന്നോടൊരു നല്ല വാക്ക് പറയുവോ എന്നൊക്കെ ഓർത്ത് എല്ലാം തീർന്ന ഒരു മനുഷ്യൻ, മരണം കാത്തു കഴിയുന്ന, എത്രയും വേഗം മരണം ലഭിക്കണമേ എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ മരിക്കാൻ കാത്തു കടന്നിരുന്ന സ്ഥലത്തിന് തൊട്ടരികിൽ നസറായനെ ഈശോ പ്രസംഗിക്കുകയായിരുന്നു. ഈശോ പ്രസംഗിക്കുമ്പോൾ അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു, ഒരുപാട് മനുഷ്യരുണ്ടായിരുന്നു. എന്നാൽ ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വലിയ വലിയ മതപുരോഹിതരെയും അന്നത്തെ വലിയ പണ്ഡിതരെയും ഒന്നും ഈശോ അഭിസംബോധന ചെയ്യുന്നില്ല. ഈശോയുടെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഈശോ ഒരു പ്രത്യേക ഡയറക്ഷനിൽ നടന്നു പോവുകയാണ്. ശിഷ്യന്മാരോർത്ത് ഈശോ അങ്ങോട്ട് പോവുക. എല്ലാവരും ഈശോയെ പിന്തുടർന്നു. ഈശോ പോയത് ഈ മനുഷ്യൻ കിടന്ന് നരകിച്ച ആ സ്ഥലത്തിനരികത്തിലേക്കാണ്. ആ സ്ഥലത്തേക്ക് ഈശോ വരുന്നതറിഞ്ഞ് ഈ മനുഷ്യന്റെ ഉള്ളിൽ വലിയൊരു പ്രതീക്ഷ ഉണ്ടായി. ഈ മനുഷ്യൻ അലറിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദാവീദ് പുത്രാ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ, ലോകത്ത് ആർക്കും എന്നോട് മനസ്സില്ല, പക്ഷെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. ലാസ്റ്റ് ഹോപ്പ. ഇനി വേറൊരു പ്രതീക്ഷയിൽ ഒരു മനുഷ്യനും ഈ മനുഷ്യനോട് താല്പര്യമില്ല. കാരണം അന്നത്തെ കാലത്തെ ചിന്താഗതി, ഇങ്ങനൊരു വ്യക്തിക്ക് ഒരു അവസ്ഥ, ഇതുപോലൊരു അവസ്ഥ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ വ്യക്തി ചെയ്തൊരു തെറ്റാണ്, ഒരു പാപമാണ്. ആ പാപത്തിന്റെ ബന്ധനത്തിൽ ദൈവം അയച്ച ശിക്ഷയാണ്, ഇദ്ദേഹത്തിന്റെ പൂർവികർ ചെയ്ത ശിക്ഷയാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ നരകിക്കുന്നത് എന്നുള്ള കാഴ്ചപ്പാട് നിമിത്തം മനുഷ്യർ ഈ മനുഷ്യനിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ, ഈ മനുഷ്യനെ തൊട്ട് കഴിഞ്ഞാൽ, ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ബന്ധനം അവരിലേക്ക് പ്രവേശിക്കുമെന്ന് ചിന്തിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരെല്ലാം നോക്കി നിൽക്കുമ്പോൾ കർത്താവായ ഈശോ ഈ മനുഷ്യന്റെ അരികിലേക്ക് കടന്നു വന്നു. അന്നത്തെ പുരോഹിതരും പ്രവാചകന്മാരും അന്നത്തെ വലിയ പണ്ഡിതരും നോക്കി നിൽക്കുമ്പോൾ കർത്താവിന് ശിഷ്യന്മാരെ, കർത്താവെ അവനെ നീ തൊടരുത്, അവനെ കുഷ്ഠമാണ്, അങ്ങനെയുള്ളവരെ തൊടാൻ പാടില്ല, അങ്ങനെയുള്ളവർ അരികിൽ ചെല്ലാൻ പാടില്ല. എന്നാൽ ഈ മനുഷ്യൻ കണ്ണുനീരോടെ ഈശോയോട് ചോദിക്കും, ഈശോയെ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. സഹോദരങ്ങളെ, അവിടെ
ഈശോയ്ക്ക് ഒരു വാക്കുകൊണ്ട് ഈ മനുഷ്യനെ സൗഖ്യമാക്കായിരുന്നു. സൗഖ്യമുള്ളവനാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് സൗഖ്യം കൊടുക്കാമായിരുന്നു. എന്നാൽ ഈശോ എന്നാ ചെയ്തെന്നറിയാമോ? ഈ മനുഷ്യന്റെ അരികിൽ കടന്നു വന്ന് അവനെ തൊട്ടുകൊണ്ട്, അവനെ ചേർത്ത് നിർത്തിക്കൊണ്ട്, ഒരു സമൂഹം മുഴുവനും തുടരുതെന്ന് പറയുന്ന ഒരു വ്യക്തിക്കരികിൽ നിന്ന് അവനെ തൊട്ടുകൊണ്ട് കർത്താവിന് സൗഖ്യം കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈശോ ആ മനുഷ്യനെ തൊട്ടത്? ഈ മനുഷ്യൻ ജീവിതത്തിൽ ഇനി ഒരിക്കലും ലഭിക്കത്തില്ല എന്ന് കരുതിയത് ഒരു സ്പർശനമായിരുന്നു. ആ മനുഷ്യന് വേറെ ഒന്നും വേണ്ടായിരുന്നു, ഒരു സ്പർശനം. ഇനി ഒരിക്കലും ആരും എന്നെ തൊടത്തില്ല. ആരെന്നെ തൊടാനാ? ആ സ്വപ്നങ്ങൾ മുഴുവൻ പോയി, എല്ലാ സ്വപ്നങ്ങളും തീർന്നു. ലോകം മുഴുവനും വിധി എഴുതി തള്ളി. ഇനി ഒരു മനുഷ്യനും മരിക്കുന്നതിന് മുമ്പ് എന്നെ സ്പർശിക്കത്തില്ല എന്ന് ചിന്തിച്ച ആ മനുഷ്യന്റെ ഉള്ളറകളിലെ, ഹൃദയത്തിന്റെ ആഴങ്ങൾക്കുള്ളിൽ, മനസ്സിന്റെ ഉള്ളറകളിൽ കടന്ന ഒരു ആഗ്രഹം, ഒരു സ്പർശനം. ആൻഡ് ദ ഫസ്റ്റ് ടച്ച് ആ മനുഷ്യന് പിന്നീട് ലഭിക്കുന്ന, ഒരിക്കലും പ്രതീക്ഷിക്കാതെ ലഭിക്കുന്ന ആ സ്പർശനം, അത് ഈശോയിൽ നിന്നുള്ള സ്പർശനമായിരുന്നു. എന്ന് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രതീക്ഷിക്കാത്ത ചില മേഖലകളിൽ, നീ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ അരികിൽ എൻ്റെ ഈശോ നിനക്ക് വേണ്ടി സൗഖ്യമായി കടന്നു വരും. ചിലപ്പോൾ നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട്, നിന്റെ ഈ തകർച്ച കണ്ടിട്ട്, നിന്റെ മുൻപിലൂടെ നിന്റെ പള്ളിയിലെ അച്ഛൻ നിന്നെ പരിഗണിക്കാതെ കടന്നുപോയി കാണും. നീ ആശ്രയിച്ചുകൊണ്ടിരുന്ന ഒരു കൗൺസിലർ നിനക്ക് പരിഗണന തരുന്നില്ലായിരിക്കും. നിന്റെ ബന്ധുക്കൾ നിനക്ക് പരിഗണന തരുന്നില്ലായിരിക്കും. നിന്റെ ചുറ്റുമുള്ളവർ നിന്നെ പരിഹസിക്കുന്നുണ്ടായിരിക്കും. അർദ്ധപ്രാണനാക്കിയ, കവർച്ചക്കാരാൽ ഉപദ്രവിക്കപ്പെട്ട, എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യനരികിലൂടെ ഒരു പുരോഹിതൻ കടന്നുപോയി, ലേവ്യർ കടന്നുപോയി. അവരാരും ആ മനുഷ്യനെ പരിഗണിച്ചില്ല. എന്നാൽ പരിഗണന നൽകിയ ഒരാളുണ്ട്, പരിഗണന നൽകുന്ന ഒരാളുണ്ട്, കൈവിടുകയില്ല എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ വ്യക്തി, ആ ഈശോ നിന്നെ ചേർത്ത് നിർത്തും. ഇതൊരു പ്രവചനം പോലെ ഞാൻ ചില വ്യക്തികളെ നോക്കി പറയട്ടെ. നിങ്ങൾക്ക് കർത്താവിന്റെ സഹായം കടന്നു വരും. കർത്താവ് നിങ്ങളെ സഹായിക്കും. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിധത്തിലാകണമെന്നില്ല. ഒരിക്കൽ ജീവിതത്തിന്റെ വലിയൊരു തകർച്ചയ്ക്ക് നടുവിൽ ഈ വചനത്തിലൂടെ ഈശോ എന്നോട് സംസാരിച്ചപ്പോൾ അന്ന് ഞാൻ പ്രതീക്ഷിച്ചു, ആ സമയത്ത് ഏതെങ്കിലും ഒരു മതപുരോഹിതൻ എന്നെ സഹായിക്കും, ഏതെങ്കിലും ഒരു വചനപ്രഘോഷകൻ എന്നെ സഹായിക്കും, ഏതെങ്കിലും ഒരു ക്രൈസ്തവൻ എന്നെ സഹായിക്കും. ചില സമയങ്ങളിൽ ജീവിതത്തിലെ സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തിന്റെ ഇടപെടൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിരീശ്വരവാദികളിൽ നിന്ന്, അക്രൈസ്തവരിൽ നിന്ന് അവർ ഈശോയായ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഇന്ന് നിങ്ങളൊരു തകർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ നിന്റെ ദൈവം നിനക്ക് വേണ്ടി ഇടപെടുന്നത് ആരും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ, ചിന്തിച്ചിട്ടില്ലാത്ത വിധത്തിൽ നിന്റെ വേദനകൾക്കുള്ളിലേക്ക് ഈശോ കടന്നു വരും. കാരണം അത് നല്ല സമരിയാക്കാരന്റെ സ്വഭാവമാണ്. ഈശോയെ ഇന്ന് തകർച്ചയിലൂടെ കടന്നു പോകുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. എല്ലാവരാൽ ഉപേക്ഷിക്കപ്പെട്ടു പോയ മക്കളെ സമർപ്പിക്കുന്നു കർത്താവ്. അവരുടെ വേദനകളെ സമർപ്പിക്കുന്നു. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ആയിരക്കണക്കിന് പ്രയർ റിക്വസ്റ്റുകളെ ഈശോയെ അവിടുന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ഏറ്റെടുക്കുന്നതിനായി നന്ദി പറയുന്നു. ഈശോ ഇങ്ങനൊരു കാര്യം എൻ്റെ ഉള്ളിൽ പറയുകയാണ് നിങ്ങളോട് പറയാൻ. അവസാന തുള്ളി രക്തം വരെ ഈശോ നിനക്ക് വേണ്ടി ചിന്തി. നിനക്ക് വേണ്ടി കുരിശിൽ ഈശോ ബലിയായി തീർന്നു. നിനക്ക് വേണ്ടി അവിടുന്ന് സകലതും പൂർത്തീകരിച്ചു. നിനക്ക് വേണ്ടി സകലതും അവിടുന്ന് പൂർത്തീകരിച്ചു. ഇന്ന് ഈ വിഷയത്തിനുള്ളിലേക്കും, ഇന്ന് അന്ധകാരം നിറഞ്ഞ ഈ അവസ്ഥകൾക്കുള്ളിലേക്കും നിനക്ക് വേണ്ടി വെളിച്ചമായി അവിടുന്ന് കടന്നു വരും. വിശ്വസിക്കുക. ഈശോയുടെ ആ വെളിച്ചത്തെ ഇന്ന് റിസീവ് ചെയ്യുക. കണ്ണുകൾ അടച്ച് സ്വർഗത്തിൽ നിന്ന് നിന്റെ ജീവിതത്തിൽ, ഈശോ നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുള്ളതിന്, ഈശോ നമ്മുടെ ജീവിതത്തിൽ നൽകിയതിന് നമുക്ക് ഈ നിമിഷം അതിനായിട്ട് നമുക്ക് നന്ദി പറയാം. ഒരു നിമിഷം ഈശോ നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുള്ള എല്ലാ നന്മകൾക്കുമായിട്ട് ഈശോയ്ക്ക് നന്ദി പറയാം. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന എല്ലാ നന്മകൾക്കുമായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ അനന്തമായ കരുണയ്ക്കായി നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കായി നന്ദി പറയുന്നു. അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ കരുണയിലൂടെ അവിടുന്ന് ഞങ്ങൾക്കായി നൽകിയ ചെറുതും വലുതുമായ എല്ലാ നന്മകൾക്കുമായി നന്ദി പറയുന്നു ഈശോയെ. ഇന്നത്തെ ഈ ദിവസത്തിനായി നന്ദി പറയുന്നു. തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിനായി നന്ദി പറയുന്നു ഈശോയെ. അവിടുത്തെ വലിയ കരുണ ഞങ്ങൾ ഓരോ ദിവസവും വഴി നടത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം, ഈശോയെ ആരാധന. ആമേൻ, ആമേൻ, ആമേൻ. ഇടയ്ക്ക് ലൈവ് ഒന്ന് ഇന്ററപ്ഷൻ വന്നായിരുന്നു. സോറി അബൌട്ട് ദാറ്റ്. ഇന്റർനെറ്റിന്റെ കണക്ഷന്റെ ഇഷ്യൂ ആയിരുന്നു. ഇന്ന് ഈ ഒരു ഹീലിംഗ് പ്രയറിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഈശോ നിരവധി തവണ ഒരുപാട് പേരെ സ്പർശിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഒരു മെസ്സേജായിട്ട് അത് നൽകി. ഒത്തിരിയും പേരെ ഈശോ സ്പർശിച്ചിട്ടുണ്ട്. ഈശോയാണ് നമ്മളെ സ്പർശിക്കുന്നത്. നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും കർത്താവിന് നമ്മളെ ആക്സസ് ചെയ്യാൻ പറ്റും.
ഒരിക്കലും മിഡിൽ ഈസ്റ്റിൽ വലിയൊരു ക്രൈസിസിലൂടെ കടന്നു പോകുന്നൊരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കർത്താവിന് മാത്രം ഇടപെടാൻ പറ്റുന്ന ഒരു കാര്യത്തിനകത്ത് കർത്താവ് ഇടപെട്ട കാര്യം അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തിന് യാദൃച്ഛികമായിട്ട് ഓൺലൈനിലെ ഒരു ലൈവ് പ്രെയർ ജോയിൻ ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഈശോ ആ വ്യക്തിയെ സന്ദർശിച്ചു. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും ഈശോയുടെ സന്ദർശനം ഒരുപാട്, ഞാൻ വിശ്വസിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ ഈശോയുടെ സന്ദർശനം ഉണ്ടായിട്ടുണ്ട്. സാക്ഷ്യങ്ങൾ എഴുതി അറിയിക്കണം. പ്രേ ഫോർ അസ് ഓൾസോ. നമ്മളെല്ലാവരും ഈശോയിലൊരു കുടുംബമാണ്. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഈശോ നൽകുന്ന സൗഖ്യങ്ങളെയൊക്കെ സ്വീകരിച്ച് നമ്മുടെ ജീവിതം ആന്തരിക സൗഖ്യത്തിൽ, അതിൻ്റെ ആ ഒരു ഫുൾനെസ്സിൽ, പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നമുക്ക് ജീവിച്ച് മുൻപോട്ട് പോകാം. കർത്താവിന്റെ കൃപയും സമാധാനവും എപ്പോഴും എന്നുമെന്നും നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആവേ മരിയ.